രാജ്യത്തെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലൊന്നാണ് ഇന്ത്യ ടുഡേ. അവർ വർഷത്തിൽ 2 തവണ, അതായത് 6 മാസം കൂടുമ്പോൾ ദേശീയതലത്തിൽ മൂഡ് ഓഫ് ദ നേഷൻ എന്ന പേരിൽ ഒരു സർവേ നടത്താറുണ്ട്. നമ്മുടെ ദേശീയ രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, ചലനങ്ങൾ, ജനങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു, അവരെങ്ങനെ ചിന്തിക്കുന്നു, അവർ എങ്ങോട്ട് ചരിയുന്നു, ചായുന്നു എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സർവേയാണിത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സർവേ ഫലം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു. ഫെബ്രുവരിയിലും ഓഗസ്റ്റിലുമാണ് ഈ സർവേയുടെ ഫലങ്ങൾ, റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. ഏറ്റവും അവസാനത്തെ സർവേ ഫലം ഇന്നലെയാണ് പുറത്തു വന്നത്. ജൂൺ 15, ഓഗസ്റ്റ് 10 എന്നീ ദിവസങ്ങളിലാണ് ഇത് സംബന്ധിച്ച സർവേ നടന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം നടക്കുന്ന ഒരു സർവേ, അതും ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു സർവേ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. പ്രമുഖ പോൾ ഏജൻസിയായ സീ വോട്ടറുമായി ചേർന്നാണ് ഇന്ത്യ ടുഡേ ഈ സർവേ സംഘടിപ്പിക്കുന്നത്. ഭരണകക്ഷിയായ BJPയെ ഞെട്ടിക്കുന്ന നിഗമനങ്ങളാണ് ഈ സർവേയിൽ ഉണ്ടായിരിക്കുന്നത്. ജനപ്രീതിയുടെ കാര്യത്തിൽ കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ബഹുദൂരം മുന്നോട്ട് പോയി എന്ന് ഈ സർവേ ഫലങ്ങൾ തെളിയിക്കുന്നു. അതുപോലെ തന്നെ പ്രവർത്തന മികവിൻ്റെ കാര്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ടായിരുന്ന അംഗീകാരത്തിലും കുറവ് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ലോക്സഭയിലേക്കൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ കോൺഗ്രസും BJPയും സീറ്റിൻ്റെ കാര്യത്തിൽ നേട്ടമുണ്ടാക്കുമെന്നും സർവേ പറയുന്നുണ്ട്. പൊതുവേ കഴിഞ്ഞ 10 വർഷമായി ബഹുദൂരം പിന്നിലായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ കാര്യമായ മുന്നേറ്റം നടത്തുന്നുവെന്നാണ് ഈ ഫലസൂചനകളിൽ, സർവേ ഫലത്തിൻ്റെ സൂചനകളിൽ തെളിയുന്നത്. ഈ സർവേയിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിങ്ങൾ ആരെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും, ആ 2 പേരുകളാണ് ഏറ്റവും മുമ്പിൽ വന്നത്. പക്ഷേ ഈ സർവേയുടെ ഒരു പ്രത്യേകത, ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണത്തേക്കാൾ 8% മുന്നോട്ട് പോയി എന്നുള്ളതാണ്, നേട്ടമുണ്ടാക്കി എന്നതാണ്. മോദി തന്നെയാണ് ഇക്കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അംഗീകാരം, ജനപ്രീതി, അതിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. സർവേയിൽ പങ്കെടുത്ത 49% പേർ മോദി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ 22.4% പേർ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ മോദി ഒന്നാമത് തന്നെയാണ്. പക്ഷേ അദ്ദേഹം താഴേക്ക് പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അംഗീകാര തോതിൻ്റെ കാര്യത്തിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. 2023 ഓഗസ്റ്റിൽ നടത്തിയ സർവേ അനുസരിച്ചിട്ട് 52.3% പേർ മോദി പ്രധാനമന്ത്രിയാകണമെന്നാണ് അഭിപ്രായപ്പെട്ടത്. അതേസമയം രാഹുൽ ഗാന്ധിക്ക് അന്ന് 15.8% പേരുടെ പിന്തുണ മാത്രമാണ് ഉണ്ടായിരുന്നത്. 6 മാസം കഴിഞ്ഞ് 2024 ഫെബ്രുവരി ആകുമ്പോഴേക്കും മോദിയുടെ ജനപ്രീതിയിൽ കാര്യമായ വർധനവുണ്ടായി. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ്. അന്ന് 55% പേര് മോദി പ്രധാനമന്ത്രി ആകുന്നതിനെ പിന്താങ്ങി. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് 14% ആളുകളുടെ അംഗീകാരം അഥവാ പിന്തുണ മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം മൂഡ് ഓഫ് ദ നേഷൻ എന്ന സർവേ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പിന്തുണ 8.4% വർദ്ധിച്ച് 22.4% ആയി എന്നുള്ളതാണ്. അതേസമയം മോദിയുടെ പിന്തുണ 55% നിന്ന് 6% കുറഞ്ഞ് 49% കൂപ്പുകുത്തി. ഇവിടെ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജനപ്രീതിയുടെ കാര്യത്തിൽ മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള അന്തരം കഴിഞ്ഞ ഫെബ്രുവരിയിൽ 41% ആയിരുന്നുവെങ്കിൽ ഈ ഓഗസ്റ്റ് ആകുമ്പോഴേക്ക് അത് വെറും 27% ചുരുങ്ങിയിരിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധി ജനപിന്തുണയുടെ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോകുന്നു, ഏതാണ്ട് മോദിയോട് അടുക്കുന്നു എന്നാണ് ഈ സർവേയിൽ തെളിയുന്ന
സൂചന. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന് 2 മാസത്തിനു ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി മോദിയുടെ കാര്യത്തിൽ മറ്റൊരു ഇടിവുണ്ടായത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിൻ്റെ റേറ്റിംഗ് സംബന്ധിച്ചാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അത് 60.5% ഈ ഓഗസ്റ്റ് ആകുമ്പോഴേക്ക് അത് 58.6% കുറഞ്ഞു. പലപ്പോഴും BJP ഊറ്റം കൊള്ളുന്നത് 2-3 മണിക്കൂർ ഉറങ്ങി ബാക്കി മുഴുവൻ സമയവും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയിലാണ്. അതുപോലെ തന്നെ രാജ്യാന്തര രംഗത്ത് അദ്ദേഹം നേടിയെടുത്ത പ്രതിച്ഛായയുടെ പേരിലാണ്. അതുവഴി ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിച്ചതിൻ്റെ പേരിലാണ്. പക്ഷേ ഇവിടെ വളരെ പ്രധാന കണ്ടെത്തലായി വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള വിശ്വാസം വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇനി രാഷ്ട്രീയ പരിഗണനകൾ കൂടാതെ പ്രധാനമന്ത്രി മോദിയെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ദേശീയ നേതാക്കളിൽ ആരെയാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് കാക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിന് അവിടെ രാഹുൽ ഗാന്ധി 1-ാം സ്ഥാനത്താണ്. 28.6% പേർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. 2-ാം സ്ഥാനത്ത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ 20%. തൊട്ടുപിന്നിൽ UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുണ്ട്, 19%. അതിനും താഴെയായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി 13%. ഇവരുടെയും പിന്നിൽ, വളരെ പിന്നിൽ എന്ന് പറയാം, 2 കേന്ദ്ര മന്ത്രിമാരുണ്ട്. ഒന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അദ്ദേഹത്തോടൊപ്പം തന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹം നേരത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു, ഇപ്പോൾ കേന്ദ്ര കൃഷി മന്ത്രിയാണ്. ഇവർക്ക് 2 പേർക്കും 5% വീതം പിന്തുണ ഈ സർവേയിൽ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഇത്തരത്തിൽ നടന്ന സർവേകളിൽ രാജ്നാഥ് സിംഗോ അല്ലെങ്കിൽ ചൗഹാനോ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നിരുന്നില്ല. ഇപ്പോൾ അവരും ആ പട്ടികയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ അമിത്ഷായ്ക്ക് 2023 ഓഗസ്റ്റിൽ 29%, പിന്നീട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ 28% ജനപിന്തുണ ഉണ്ടായിരുന്നു ഈ കാറ്റഗറിയിൽ, ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന നിലയിൽ. പക്ഷേ ഈ ഓഗസ്റ്റ് ആകുമ്പോൾ അത് വെറും 20% കുറയുകയാണ്. BJPയിലെ ഗ്രൂപ്പ് ബലാബലം വെച്ച് ചിന്തിക്കുമ്പോൾ ഇത് വളരെ സുപ്രധാനമായ ഒരു വസ്തുതയാണ്, അല്ലെങ്കിൽ ഒരു ഘടകമാണ്. അതായത് അവിടെ ഇപ്പോൾ മോദിക്ക് ശേഷം ആര് എന്നൊരു ചോദ്യം വളരെ ശക്തമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. BJPയിൽ ഒരു അംഗീകൃത തത്വമാണ് 75 വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കുക എന്നുള്ളത്. ഈ വയസ്സിൻ്റെ കാര്യം പറഞ്ഞാണ് LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും നമ്മുടെ മോദിജിയുടെ നേതൃത്വത്തിൽ മുകളിലേക്ക് തട്ടിയത്. മാർഗനിർദ്ദേശക് മണ്ഡൽ എന്ന പേരിൽ അവരെ രംഗത്ത് നിന്ന് മാറ്റിയത്. ആ ഒരു തത്വം പാലിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ 3ാമത്തെ ടേം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം 75 വയസ്സ് പൂർത്തിയാക്കും. ഇപ്പോൾ അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും ബാധകമായ ഈ 75 വയസ്സ് എന്ന നിബന്ധന മോദിയുടെ കാര്യത്തിലും സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം സ്ഥാനമൊഴിയേണ്ടി വരും. അപ്പോൾ ഇനി ആര് എന്ന ഒരു ചോദ്യമാണ് BJPയിൽ ഉയരുക. നമ്മൾ പറഞ്ഞല്ലോ, യോഗിയും അമിത്ഷായും തമ്മിലാണ് അക്കാര്യത്തിലൊരു മത്സരമുണ്ടായിരുന്നത്. നേരത്തെ അമിത്ഷാ ഏതാണ്ട് 28-29% മുമ്പിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ യോഗിയും അദ്ദേഹവും തമ്മിലുള്ള വ്യത്യാസം വെറും 1% മാത്രമായി കുറഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, 2 പുതിയ പ്ലെയേഴ്സ്, 2 പുതിയ കഥാപാത്രങ്ങൾ കൂടി രംഗത്ത് വരുന്നു, ചൗഹാനും ഒപ്പം രാജ്നാഥ് സിംഗും. ഇത് BJP രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്ന നിലയിൽ 51% പിന്തുണയുമായി ഇപ്പോഴും മോദി 1-ാം സ്ഥാനത്താണ്. വാജ്പേയിയാണ് 2ാമത്, 3ാമത് മൻമോഹൻ സിംഗ്, 4ാമത് ഇന്ദിരാഗാന്ധി. എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഫെബ്രുവരിയിലെ സർവേ ഫലം വന്നതിന് ശേഷം, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്
നടന്നതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതിയിൽ ഇത്തരത്തിലുള്ളൊരു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത്. അതും ഈ ഇന്ത്യ ടുഡേയുടെ സർവേയിൽ ചില സൂചനകൾ നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിക്ക് നൽകിയ നേതൃത്വത്തിൻ്റെ സവിശേഷതകൾ, അതുപോലെ തന്നെ അദ്ദേഹം പ്രചാരണ രംഗത്ത് ഉന്നയിച്ച വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ 2 കിടുകിടുക്കൻ പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ, ഇതിനൊക്കെ പുറമെ അദ്ദേഹം സദാ പ്രവർത്തന നിരതനാണ്. രാജ്യത്തുടനീളം അദ്ദേഹം സഞ്ചരിക്കുന്നു, റാലികളിൽ പങ്കെടുക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് വളരെ ഫലപ്രദമായ നേതൃത്വം നൽകുന്നു. മോദി സർക്കാർ അധികാരത്തിൽ വന്ന് 3 മാസത്തിനകം അല്ലെങ്കിൽ 10, 70, 75 ദിവസങ്ങൾക്കകം ഒരു അഗ്രസീവ് ലീഡർ അഥവാ വളരെ ആക്രമണോത്സുകനായ ഒരു നേതാവ് എന്ന പ്രതിച്ഛായ നേടിയെടുക്കുന്നതിന് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിരിക്കുന്നു. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വലിയ കുതിച്ചുചാട്ടത്തിൻ്റെ കാരണമായിട്ട് ഈ സർവേയിലും സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിനും വലിയ മുന്നേറ്റമാണ് ഈ സർവേയിൽ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റാണ് ലഭിച്ചത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ലോക്സഭയിലേക്ക് കോൺഗ്രസിന് 7 സീറ്റുകൾ കൂടുതൽ കിട്ടുമെന്ന് ഈ സർവേ പ്രവചിക്കുന്നു. അതായത് അവരുടെ സീറ്റ് എണ്ണം 106 വർദ്ധിക്കും. അവർക്ക് ലഭിച്ച വോട്ട് ശതമാനം 21.2% ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ 25.4% ഉയരുമെന്നും ഈ സർവേയിൽ കണക്ക് കൂട്ടുന്നുണ്ട്. അതായത് 4.84% കൂടുതൽ. അതുപോലെ തന്നെ സീറ്റ് എണ്ണത്തിൻ്റെ കാര്യത്തിൽ BJPക്കും ഈ സർവേ നേട്ടമാണ് പ്രവചിക്കുന്നത്. BJPക്ക് 4 സീറ്റ് കൂടുതൽ കിട്ടാം. അതടക്കം NDAക്ക് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കൂടുതലായി 6 സീറ്റുകളിൽ ജയിക്കാൻ സാധിച്ചേക്കും. അവരുടെ വോട്ട് ശതമാനം 36.56% നിന്ന് 43.7% വർദ്ധിക്കുകയും ചെയ്യാം. ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളെക്കുറിച്ചും ചില പ്രധാനപ്പെട്ട സൂചനകൾ അല്ലെങ്കിൽ നിഗമനങ്ങൾ ഈ സർവേ ഫലങ്ങളിലുണ്ട്. ഒന്നാമതായിട്ട് മഹാരാഷ്ട്ര. അവിടേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഈ വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ NDF സഖ്യത്തിന് കിട്ടിയത്, അവിടുത്തെ ഭരണമുന്നണിക്ക് കിട്ടിയത് 17 സീറ്റാണ്. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് 30 സീറ്റും ലഭിച്ചു. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസിനും BJPക്കും 3 സീറ്റ് വീതം കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ സർവേയിൽ പറയുന്നു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന രാഷ്ട്രീയമാവുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പാവുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മാറാം. ജനങ്ങളുടെ മുൻഗണനയ്ക്കും അതുപോലെ തന്നെ ജനങ്ങൾ നൽകുന്ന പ്രാധാന്യത്തിനുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും മഹാരാഷ്ട്രയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് ഈ സർവേ ചില സൂചനകൾ നൽകുന്നുണ്ട്. ഹരിയാനയിൽ ഇപ്പോൾ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ ആകെയുള്ള 10 സീറ്റിൽ 6 കോൺഗ്രസ്സിന് ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. മൂഡ് ഓഫ് ദ നേഷൻ അവർ പറയുന്നത് അങ്ങനെയാണ്. അതായത് 5-ൽ നിന്ന് 6 വർദ്ധിക്കും. BJPയുടെ സീറ്റ് നിലയാവട്ടെ 5-ൽ നിന്ന് 4 കുറയുകയും ചെയ്യും. ഇത് ഒരുപക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അവിടെ നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി കണക്കാക്കാം. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ്. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ ചില പ്രത്യേക അവകാശങ്ങൾ ഉണ്ടായിരുന്നത് അത് റദ്ദു ചെയ്തു. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതുമാണ്. അവിടുത്തെ 5 ലോക്സഭാ സീറ്റുകളിൽ 2 BJPയും 2 നാഷണൽ കോൺഫറൻസുമാണ് കഴിഞ്ഞ തവണ നേടിയത്. ഒരു സീറ്റിൽ
സ്വതന്ത്രൻ വിജയിക്കുകയും ചെയ്തു. ഈ സർവേ അനുസരിച്ചിട്ട്, ഇന്ത്യ ടുഡേ സർവേ, അതനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ BJPയുടെയും നാഷണൽ കോൺഫറൻസിൻ്റെയും 2 സീറ്റുകൾ നിലനിർത്താൻ അവർക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ച് സീറ്റൊന്നും ലഭിക്കാതെ പോയ PDPക്ക് ഒരു സീറ്റ് ലഭിച്ചേക്കാം. PDP ഒരു BJP വിരുദ്ധ പാർട്ടിയാണ്. അതുമാത്രമല്ല ഇന്ത്യ ബ്ലോക്കുമായിട്ട് ദേശീയ തലത്തിൽ സഹകരിക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ ഈ സർവേ ഫലം കഴിഞ്ഞ ദിവസം കോൺഗ്രസും നാഷണൽ കോൺഫറൻസും തമ്മിലുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് സഖ്യ ധാരണയുടെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നാഷണൽ കോൺഫറൻസും PDPയും തമ്മിൽ ഈ സീറ്റ് വിഭജനം സംബന്ധിച്ച തർക്കം തീരാതെ വന്നതിനെ തുടർന്ന് അവരെ ഒഴിവാക്കി കോൺഗ്രസും നാഷണൽ കോൺഫറൻസുമായി ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ PDP കൂടെ ആ മുന്നണിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അവിടെ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഒരുപക്ഷെ ജമ്മു കാശ്മീർ പിടിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. അതുവഴി BJPക്ക് NDAക്ക് ഒരു വലിയ ആഘാതം ഏൽപ്പിക്കാനും പറ്റുമായിരുന്നു. പക്ഷേ അതിൻ്റെ സാധ്യതകൾ മങ്ങുകയാണ്. ഇനിയിപ്പോൾ അവിടെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതകളാണ് ഉയരുന്നത്. കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒരു ഭാഗത്ത്, NDA മറുഭാഗത്ത്, ഒരു മൂന്നാം കക്ഷിയായിട്ട് PDPയും മത്സരിക്കും. അവർക്കൊരു സീറ്റ് ജയിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ ഇന്ത്യ ടുഡേ സർവേ പറയുന്നു. അപ്പോൾ ജമ്മു കാശ്മീരിൽ ഏതെങ്കിലും കക്ഷിക്കോ മുന്നണിക്കോ ഭൂരിപക്ഷമുള്ള ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതകൾ മെല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ജാർഖണ്ഡ്, അവിടെ 14 സീറ്റാണുള്ളത്. ഇപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് നടക്കുകയാണെങ്കിൽ അതിൽ 11 സീറ്റും BJP നേതൃത്വത്തിലുള്ള NDA മുന്നണിക്ക് ലഭിക്കും എന്നാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ അഭിപ്രായപ്പെടുന്നത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 2 സീറ്റ് കൂടുതൽ. ആ 2 സീറ്റ് നഷ്ടപ്പെടുന്നത് ഇന്ത്യ മുന്നണിക്കാണ്. നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ചില ദിശാസൂചനകൾ നൽകുന്ന ഒന്നാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേയുടെ ഫലങ്ങളായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ ദേശീയ പാർട്ടികൾ ഈ സർവേ ഫലത്തിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കാം.